ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മൾ പാവം മനുഷ്യർ നമ്മൾ എന്നാ ചെയ്യല്ലേ? ഒരു പ്രശ്നം തീർന്നു, അത് തീരുന്നതിന് മുമ്പേ അടുത്ത പ്രശ്നം വരുന്നു. മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഫുള്ള് തടസ്സങ്ങളാണ്. പഠിത്തത്തിൻ്റെ കാലത്തൊരു തടസ്സം, ജോലിക്ക് അന്വേഷിക്കുമ്പോൾ ഒരു തടസ്സം, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് അറ്റത്തേക്ക് എത്തുമ്പോഴത്തേന് പെട്ടെന്ന് അത് ഒരു കാരണമില്ലാണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ അപേക്ഷിക്കുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി. ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ എന്തോരം തടസ്സങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് പലപ്പോഴും ഡിലേ ആണ്, ഒന്നിനും ഒരു ഉത്തരം കിട്ടുന്നില്ല. കിട്ടുന്നതാണെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ വൈകിയൊക്കെ ഉത്തരം കിട്ടുന്നു. നമ്മൾ സാധാ മനുഷ്യരല്ലേ, ചിലപ്പോൾ ഈ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇനി എന്തോരം കാത്തിരിക്കണം, ഇനി എവിടെ പോയി മുട്ടണം, ആരോട് പോയി സഹായം തേടണം, ഇനി എന്നാ രീതിയിൽ പ്രാർത്ഥിക്കണം, ഒരു പിടിയും കിട്ടണില്ല. നമുക്കൊരു ഭാവി ഉണ്ട് എന്ന് കർത്താവ് വചനത്തിലൂടെയൊക്കെ വാഗ്ദാനം തരുന്നു. ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് തന്നെ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോവാണ്. നമുക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് ഈ സംസാരിക്കാൻ പോകുന്ന എല്ലാ വചനത്തിൻ്റെ അഭിഷേകം പൂർണ്ണമായിട്ട് 30 60 ഒന്നല്ല 100 മേനി നിങ്ങളിലേക്ക് ഫലം ചോട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിലെ സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ചിലപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഇത് തന്നെയല്ലേ പിന്നെ കേട്ടോണ്ടിരുന്നത്, എത്ര പ്രാവശ്യം ഇതൊക്കെ കേട്ടു എന്നൊക്കെ ചിന്തിക്കും. ഇന്ന് ഈ വചനം ഫുള്ളായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് സ്വീകരിച്ചേ. ഒരു 100 മേനി ഫലം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ മനസ്സിലേക്ക് ആദ്യം നിറയട്ടെ. അത് നിൻ്റെ ശരീരത്തിനൊരു ഉന്മേഷമായിട്ട് മാറും. നിൻ്റെ ആത്മാവ് ശോഭിക്കും. വലിയ പ്രതീക്ഷയോടെ ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റും. പറയുന്നത് കർത്താവാണല്ലോ, കർത്താവിൻ്റെ വാക്കാണല്ലോ. സുഭാഷിതം 23:18 തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മുമ്പിൽ ഇപ്പോൾ അടഞ്ഞു കിടക്കായിരിക്കും ഒരു വാതിൽ. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കായിരിക്കും, വിളിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളൊരു പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, പേപ്പർ വർക്കുകളൊക്കെ നീങ്ങുന്നു. പക്ഷേ അപ്പുറത്തുനിന്നൊരു റെസ്പോൺസ് വരുന്നില്ല. എന്നെ ചെയ്യും, ഭാവി അടഞ്ഞു പോയോ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സിറ്റുവേഷനോട് നിങ്ങൾ കടന്നു പോകണം. കുറേ നാളായി ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനം സ്വീകരിക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഒരു കുഞ്ഞു കാര്യം ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്യണേ. ഈ സുഭാഷിതങ്ങൾ 23 വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഒത്തിരി ഉപദേശങ്ങൾ, ഒത്തിരി അരുതുകൾ, ഒത്തിരി ആഗണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഇത് നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഈ സുഭാഷിതങ്ങൾ 23 സുഭാഷിതങ്ങളുടെ പുസ്തകം തന്നെ നമുക്കറിയാലോ. ഒത്തിരി ഉപദേശങ്ങൾ, ഗൈഡൻസ്, മോറൽ ലിവിങ്ങിന് ആവശ്യമായത്, നല്ല ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉപദേശങ്ങളുണ്ട്. ഈ 23-ാമത്തെ അധ്യായം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒരു ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുക. ഇതെന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുന്നുണ്ടോ എന്നൊരിക്കൽ കൂടി ഒന്ന് ആത്മശോധന നടത്തുക. ഈ വചനം എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങ് സ്വീകരിക്കുക. എനിക്ക് എന്തായാലും ഒരു ഭാവിയുണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്ക് കർത്താവ് എൻ്റെ ഉള്ളിൽ തെളിച്ചു തന്ന ആ പ്രതീക്ഷയുടെ തിരുനാളം ഇച്ചിരി ഒന്ന് താന്നു പോയാലും ഇത് വീണ്ടും കത്തും, ഇത് കെട്ടുപോവില്ല. ഈ വചനം ഒന്ന് വായിച്ച് ധ്യാനിച്ച് ആ വചനത്തിന് അഭിഷേകം സ്വീകരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയോ? വചനം വായിച്ച് നമുക്കൊരു അറിവ് കിട്ടുകയല്ല, നമുക്കൊരു തിരുത്തൽ വേണമെന്നും നമ്മളിങ്ങനെ പോയാൽ പോരെന്നും ഈ വചനത്തിന് ശക്തി ഉണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്നത് ഒരറിവല്ല, അത് ജ്ഞാനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ തൊട്ടടുത്ത ചാപ്റ്ററിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ജ്ഞാനം നിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞാൽ നിനക്കൊരു ഭാവി ഉണ്ടാവും. എന്നാൽ അങ്ങനെ ആയാൽ നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. സോ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകാനും നമുക്ക് പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാനും, ഇപ്പോൾ ഒന്ന് തളർന്നു പോയാലും ഇച്ചിരി ഒന്ന് താണു പോയാലും ഡൗൺ ആയി പോയാലും ഒന്നുകൂടെ ഒന്ന് കുതിച്ച് എഴുന്നേക്കാനും, ചാടി ഇരുന്നേറ്റ് പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാനും, പ്രതീക്ഷയോടെ ശിരസ്സൊന്ന് ഉയർത്തിപ്പിടിക്കാനും നമുക്ക് വേണ്ട വലിയൊരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിറയണം. ജ്ഞാനം നിറയുന്നതിനെ കുറിച്ച് വചനം തന്നെ പറഞ്ഞു തരികയാണ്. ഈ വചനം വായിക്കുക, ജ്ഞാനം നിറയുക. ജ്ഞാനം നിറഞ്ഞാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ആരൊക്കെ എന്നൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും, നീ എവിടെ എത്തുകയാണെന്ന് പറഞ്ഞാലും നിനക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. മുമ്പിൽ നിൽക്കുന്ന കർത്താവ്, ആ കർത്താവ് എനിക്ക് നല്ലത് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തി സ്വീകരിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കും. പ്രാർത്ഥിക്കുക, കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിട്ടില്ല. കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ആൻഡ് ഹീസ് പ്രിപ്പയറിങ് ദ ബെസ്റ്റ് ഫോർ യു. ഇച്ചിരി ഡിലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ കുറച്ചുകൂടെ നല്ലത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിൻ്റെ പ്ലാനുകൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ബിലീവ് ഹി ഹാസ് എ ബെറ്റർ പ്ലാൻ. ഈശോയ്ക്ക് കുറച്ചുകൂടെ നല്ലൊരു പദ്ധതിയുണ്ട്. നിൻ്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഈ വചനത്തിൻ്റെ മുഴുവൻ അഭിഷേകത്തിലും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.